ഇനി മുതൽ PF അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ ആഴ്ചകൾ കാത്തിരിക്കേണ്ട. ക്ലെയിം ഓൺലൈൻ പോർട്ടലിൽ സമർപ്പിച്ച അതേ ദിവസം തന്നെ അല്ലെങ്കിൽ പരമാവധി 2 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. ഡൽഹിയിൽ നടന്ന ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യവേ വെള്ളിയാഴ്ച സെൻട്രൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ രമേശ് കൃഷ്ണമൂർത്തിയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ക്ലെയിം തീർപ്പാക്കുന്നതിലെ കുടിശ്ശികകൾ EPFO ഏതാണ്ട് പൂർണ്ണമായി പരിഹരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ക്ലെയിം തീർപ്പാക്കുന്നതിലൂടെ ഉണ്ടായിരുന്ന കുടിശ്ശികകൾ ഞങ്ങൾ മിക്കവാറും തീർപ്പാക്കി കഴിഞ്ഞു. പുതിയ സംവിധാനത്തിൽ ഓട്ടോ സെറ്റിൽഡ് ക്ലെയിമുകൾ 90% വരെ ഉയർത്തിയതായി കാണാൻ സാധിക്കുന്നുണ്ട്. അംഗങ്ങൾ സമർപ്പിക്കുന്ന ഭൂരിഭാഗം ക്ലെയിമുകളും ഒന്നുകിൽ അന്നു തന്നെയോ അല്ലെങ്കിൽ പരമാവധി 2 ദിവസത്തിനകമോ തീർപ്പാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും രമേശ് കൃഷ്ണമൂർത്തി പറഞ്ഞു. ഇതോടെ EPFO വരിക്കാർക്ക് തങ്ങളുടെ PF സമ്പാദ്യം വേഗത്തിൽ പിൻവലിക്കാൻ സാധിക്കും. നേരത്തെ EPFOയിൽ ഫയൽ ചെയ്യുന്ന ഓൺലൈൻ ക്ലെയിമുകൾ സാധാരണയായി KYC പൂർത്തിയാക്കിയാൽ 7 മുതൽ 10 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിലാണ് തീർപ്പാക്കിയിരുന്നത്. UPI വഴി PF തുക പിൻവലിക്കാനുള്ള സംവിധാനം 1 മാസത്തിനകം പ്രാബല്യത്തിലാകുമെന്നും രമേശ് കൃഷ്ണമൂർത്തി അറിയിച്ചു. കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയതുപോലെ ഭീം ആപ്പ് വഴിയുള്ള ക്ലെയിം തീർപ്പാക്കാൻ പ്രക്രിയ ഞങ്ങൾ ഉടൻ അവതരിപ്പിക്കും. തുക അംഗങ്ങളുടെ UPI ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തും. പരമാവധി 1 മാസത്തിനുള്ളിൽ ഈ സംവിധാനം പൂർണ്ണമായി നടപ്പിലാക്കുമെന്നും രമേശിന്റെ വാക്കുകളെ ഉദ്ധരിച്ച് ANI റിപ്പോർട്ട് ചെയ്തു. PFന്റെയും സാമൂഹിക സുരക്ഷയുടെയും ആനുകൂല്യങ്ങൾ ഇനി ഓഫീസ് ജീവനക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തില്ല. ഇ-കൊമേഴ്സ് കമ്പനികളിൽ ജോലി ചെയ്യുന്ന ഡെലിവറി ജീവനക്കാർക്കും അസംഘടിത മേഖലയിലെ ദിവസ വേതന തൊഴിലാളികൾക്കും കവറേജ് നൽകുന്ന ഒരു പുതിയ പദ്ധതി സർക്കാർ തയ്യാറാക്കുന്നുണ്ട്. ഈ തൊഴിലാളികൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേക പദ്ധതിക്കുള്ള വ്യവസ്ഥകൾ പുതിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ ഇതു സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞാൽ ദശലക്ഷക്കണക്കിന് ദിവസവേതന ഗിഗ് തൊഴിലാളികളുടെ ഭാവിയും സുരക്ഷിതമാകും. ഭാവിയിൽ PF പലിശ നിരക്കുകൾ ഉയരുമോ എന്ന ചോദ്യത്തിന് ഈ ഘട്ടത്തിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് അപക്വമായിരിക്കുമെന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത്. നിലവിൽ PF നിക്ഷേപങ്ങൾക്ക് 8.25% എന്ന മികച്ച പലിശ നിരക്കാണ് ലഭിക്കുന്നത്. ഈയിടെ 34 കോടിയിലധികം വരിക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് ഏകദേശം 1.44 ലക്ഷം കോടി രൂപ പലിശ EPFO ക്രെഡിറ്റ് ചെയ്തിരുന്നു. ഇത് വലിയൊരു നേട്ടമാണ്. പേപ്പർ വർക്കുകളിൽ ലളിതമാക്കാനും കമ്പനികൾക്കും ജീവനക്കാർക്കും EPFOയിലുള്ള വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്താനും വകുപ്പ് തീവ്ര ശ്രമം നടത്തി വരികയാണ്. അതേസമയം ഉയർന്ന ശമ്പളത്തിന് അനുസൃതമായി പെൻഷൻ വിഹിതം അടച്ചിട്ടുണ്ടെങ്കിൽ 2014 സെപ്റ്റംബർ 1 മുമ്പ് വിരമിച്ചവർക്കും ഉയർന്ന PF പെൻഷൻ ഓപ്ഷൻ നൽകാൻ അർഹതയുണ്ടെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഉയർന്ന ശമ്പളത്തിനനുസൃതമായി പെൻഷൻ വിഹിതം അടച്ച ജീവനക്കാരന് വിരമിക്കുന്നതിന് മുൻപ് ഓപ്ഷൻ നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഉയർന്ന PF പെൻഷൻ നിഷേധിക്കാനാകില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള ഓപ്ഷൻ നിരസിച്ച EPF ഓർഗനൈസേഷന്റെ നടപടി റദ്ദാക്കിയാണ് ജസ്റ്റിസ് P. ഗോപിനാഥിന്റെ ഉത്തരവ്. 2014 സെപ്റ്റംബറിന് മുമ്പ് ഉയർന്ന പെൻഷൻ പദ്ധതിയിൽ ചേരാൻ സമയപരിധി ഉണ്ടായിരുന്നില്ലെന്ന സുപ്രീം കോടതി വിധിയുടെ വെളിച്ചത്തിലാണ് ഹൈക്കോടതി വിധി. നേരത്തെ കോടതി വിധി വഴി ഉയർന്ന പെൻഷൻ തുക ലഭിച്ചവർക്ക് കൂടിയ പെൻഷൻ തുക നിഷേധിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. 2014 ഉയർന്ന പെൻഷൻ അനുവദിച്ച നിയമ ഭേദഗതിക്ക് മുമ്പ് വിരമിച്ചവർക്ക് ഉയർന്ന പെൻഷൻ നിഷേധിച്ചതിനെതിരെ സമർപ്പിച്ച ഹർജികൾ തീർപ്പാക്കിയാണ് കോടതി ഉത്തരവ്. അതേസമയം എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന് 1826.22 കോടി രൂപയുടെ നഷ്ടം വരുത്തിയെന്ന പരാതിയിൽ റിലയൻസ് ക്യാപിറ്റൽ ലിമിറ്റഡിനും മുൻ ചെയർമാൻ അനിൽ അംബാനിക്കും നേരെ CBI കേസെടുത്തിരുന്നു. ജൂലൈ 21 കേന്ദ്ര തൊഴിൽ മന്ത്രാലയം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന, ബോധപൂർവം നഷ്ടം വരുത്തൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയത്. 2013-14 കാലയളവിൽ റിലയൻസ് ക്യാപിറ്റൽ പുറത്തിറക്കിയ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകളിൽ പോർട്ട്ഫോളിയോ മാനേജർമാർ വഴി EPFO 2500 കോടി രൂപ നിക്ഷേപിച്ചിരുന്നു. 2023-24 വർഷങ്ങളിലായിരുന്നു ഈ നിക്ഷേപങ്ങളുടെ കാലാവധി പൂർത്തിയാകേണ്ടിയിരുന്നത്. എന്നാൽ റിലയൻസ് ക്യാപിറ്റലിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച മൂലം ഈ തുക തിരികെ നൽകാൻ കമ്പനിക്ക് കഴിഞ്ഞില്ലെന്നും ഇതുവഴി EPFOയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചുവെന്നാണ് പരാതി. 2019 ഡിസംബർ 7-നും 2021 ഡിസംബർ 6-നും ഇടയിൽ റിലയൻസ് ക്യാപിറ്റലിന്റെ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ വ്യാപകമായി തട്ടിപ്പുകൾ നടന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.